ഇന്ന് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയായിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. അപ്പോൾ ഉച്ചയ്ക്കും വൈകിട്ടുമൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒന്നാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമ്മൾ പനിയൊക്കെ ആയിരിക്കുമ്പം നമ്മൾ ചോറൊക്കെ കഴിക്കാൻ മടിക്കുന്ന അവസരത്തിൽ ഈ ഒരു കറി ഉണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് ചോറിനകത്ത് ഒഴിച്ച് കഴിക്കാവുന്ന ഒരു കറിയാണിത്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. 2 ടേബിൾ സ്പൂൺ മുഴുവൻ മല്ലി, 2 ടേബിൾ സ്പൂൺ കുരുമുളക്, 1/4 ടീസ്പൂൺ നല്ല ജീരകം, പിന്നെ നമുക്ക് ഉലുവ വേണം. ഉലുവ ഒരു 1/4 ടീസ്പൂൺ എടുക്കുക. അപ്പോൾ ഇതെല്ലാം നമുക്കൊന്ന് ഒരു മിക്സിയുടെ ജാറിനകത്തോട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. അപ്പം നമ്മൾ ഇതെല്ലാം ഒന്ന് കഴുകിയതിന് ശേഷം ഞാൻ മിക്സിയുടെ ജാറിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ മുളകും ഇടണേ. അപ്പം ഞാനിതിനിപ്പം ഇട്ടിട്ടില്ല, അത് പിന്നീടാണ് ഇടുന്നത്. പിന്നെ കുറച്ച് വെളുത്തുള്ളി, 5-6 വെളുത്തുള്ളി, കുറച്ച് വെളുത്തുള്ളി ഞാൻ തൊലിയോടുകൂടിയും അല്ലാതെ തൊലി കളഞ്ഞുമാണ് എടുത്തേക്കുന്നത്. പിന്നെ കുറച്ച് കറിവേപ്പില, ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് ചതച്ചെടുത്തിട്ട് വരാം. ഇനി നമുക്ക് ഇത് മുളകാണ്, മുഴുവൻ മുളക്. ഞാനിത് കാശ്മീർ അധികം എരിവില്ലാത്ത മുളകാണ് എടുത്തേക്കുന്നത്. അപ്പോൾ എരിവുള്ളതാണെങ്കിൽ ഇതിൻ്റെ കുറച്ചെടുത്താൽ മതി. ഒരു 5-6 മുളക് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചെടുക്കുക. അപ്പോൾ ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഒന്ന് ചതച്ചെടുത്താൽ മതി. ഒത്തിരി അങ്ങ് ഫൈൻ പൗഡർ ആക്കണ്ട, ഇത് ചതച്ചെടുത്താൽ മതി. അപ്പം നമ്മൾ ഇതുപോലെ ഒരു തക്കാളിയും കൂടി എടുത്തിട്ടുണ്ട്. തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കി ഒരു ബൗളിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറിയ തക്കാളിയാണെങ്കിൽ 3 എണ്ണം എടുക്കുക. ഇതിപ്പോൾ വലിയ തക്കാളിയുണ്ട്, 1 എണ്ണം എടുത്തിട്ടുള്ളൂ. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ കായപ്പൊടി, പിന്നെ ഒരു നാരങ്ങ വലിപ്പത്തിലുള്ള പുളി പിഴിഞ്ഞ് ഒഴിച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടി നല്ലപോലെ കൈ കൊണ്ടൊന്ന് യോജിപ്പിച്ചെടുക്കണേ. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു ചട്ടി ചൂടാക്കിയതിന് ശേഷം അതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക. 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക. എന്നിട്ട് കുറച്ച് കടുകിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം. ഇനി നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന കുഞ്ഞുള്ളി 10 എണ്ണം, പിന്നെ ഉണക്കമുളക്, കറിവേപ്പില, ഇതെല്ലാം ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഉള്ളിയെല്ലാം ഒന്ന് വഴന്ന് വന്നാൽ നമുക്ക് ഈ ചതച്ച് വെച്ചേക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ മല്ലിയും മുളകും എല്ലാം ചതച്ച് വെച്ചിട്ടില്ലേ, വെളുത്തുള്ളിയെല്ലാം, അപ്പോൾ അത് ഇട്ടതിന് ശേഷം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഒത്തിരി അങ്ങ് ഫ്രൈ ആക്കണ്ട, ഒരു പച്ചമണമൊക്കെ മാറുന്നിടം വരെ ഒന്ന് ഫ്രൈ ആക്കിയെടുക്കാം. ഇനി നമുക്ക് തക്കാളിയുടെ തക്കാളി നമ്മൾ ഞെരടി വെച്ചിട്ടില്ലേ, അപ്പോൾ അതും കൂടി ഒഴിച്ചതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരു 4 കപ്പ് വെള്ളം ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കവർ ചെയ്ത് ഒന്ന് തിളയ്ക്കാനായിട്ട് വെക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ അത് ഒന്ന് തിളയ്ക്കാനായിട്ട് വെക്കുക. അപ്പോൾ ഈ ഒരു തിളയ്ക്കുന്ന സമയത്ത് തന്നെ നല്ല ഒരു മണം വരുവേ. അപ്പോൾ ഈ കായപ്പൊടിക്ക് പകരം കട്ടിക്കായം വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. അപ്പോൾ അതാണ് ഒന്നുകൂടെ ഒരു മണം വരും. അപ്പോൾ ഞാനിവിടെ കായപ്പൊടിയാണ് ചേർത്തേക്കുന്നത്. അപ്പോൾ ലാസ്റ്റ് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഇതുപോലെ മല്ലിയില അരിഞ്ഞത് നല്ലപോലെ കഴിയാൻ ശേഷം മല്ലിയില അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. ഇഷ്ടമില്ലാത്തവർക്ക് ഒഴിവാക്കാവുന്നതാണ്. അപ്പോൾ ഇത് നല്ലപോലെ തിളച്ച് വരുമ്പം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് നമുക്ക് ചൂടോട് കൂടി തന്നെ ചോറിനകത്ത് ഒഴിച്ച് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ രസത്തിൻ്റെ റെസിപ്പി. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്തും ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.